ഹലോ ട്രേഡേഴ്സ്. മാർക്കറ്റ് ഓപ്പൺ ആകാൻ ഇനി ഒരു 30 സെക്കൻഡ് കൂടെ. സോ നമുക്ക് ഓപ്പണിംഗ് കിട്ടിയിരിക്കുന്നത് 50,051 ആണ്. അതുകൊണ്ട് ഒരു 180 പോയിന്റ്സ് അല്ല, ക്ലോസ് ടു 200 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ആണ്. മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓപ്ഷൻ ചാർട്ട്സ് റെഡിയാക്കി വെക്കാം. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു 1-2 സ്ട്രൈക്ക് പ്രൈസ് ഇൻ ദ മണി ഓപ്ഷൻസ് ആണ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല. പക്ഷേ മാർക്കറ്റിൻ്റെ ലക്ഷണം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ട്രേഡിങ് കിട്ടുമെന്ന് നോക്കാം. അതായത് നമുക്ക് ഓപ്ഷൻ ചാർട്ട് റെഡിയാക്കി വെക്കാം. 50,125 അതിനടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പുട്ട് ഓപ്ഷൻ 50,200 പുട്ട് ഓപ്ഷൻ ഇൻ ദ മണിയാണ്. 1 സ്ട്രൈക്ക് പ്രൈസ് ഇൻ ദ മണി 49,800 അല്ല 900. 800 കോൾ ഓപ്ഷൻ എടുത്തിരിക്കുകയാണ്. എന്തായാലും ഏതെങ്കിലും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് നേരം കൂടെ കാത്തിരിക്കാം. ഇപ്പം ടൈം 9:22 ആവുന്നു. ഒരു അപ്പ് സൈഡിൽ നമുക്കൊരു ട്രേഡ് കിട്ടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പ് സൈഡിൽ ഇല്ല. നമുക്ക് ഡൗൺ സൈഡിൽ നോക്കാം. പുട്ട് സൈഡിൽ ഇപ്പോൾ 50,300 പുട്ട് ഓപ്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഡേ ലോയിലേക്ക് വരാനുള്ള ടെൻഡൻസി കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമുക്കൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മാർക്കറ്റിൻ്റെ ഇനീഷ്യൽ മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ വലിയ മൊമെൻറ്റം കാണുന്നില്ല. എന്തായാലും ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫോർ 595. പക്ഷേ 5 മിനിറ്റ്സ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട് താഴെ. അപ്പോൾ അവിടുന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ലല്ലോ ട്രേഡ്. നമുക്ക് ആ ഡേ ലോ വരെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ടാർഗറ്റ് റീച്ച് ആവും. സ്ട്രക്ചർ കണ്ടിട്ട് ഈ സമയമൊക്കെ ആകുമ്പം ഒരു ക്യാൻഡിൽ അറ്റ്ലീസ്റ്റ് ഡേ ലോ അടുത്ത് വരേണ്ടിയാണ്. എന്നിട്ട് പിന്നെ റിട്രേസ് ചെയ്താലും കുഴപ്പമില്ല. ബട്ട് നല്ല മൊമെൻറ്റത്തോടു കൂടി ഒരൊറ്റ ക്യാൻഡിൽ 1 മിനിറ്റ് ചാർട്ടിൽ ആ ക്യാൻഡിൽ നമ്മളുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും, ടാർഗറ്റ് റീച്ച് ആവും. പക്ഷേ അത് വരുന്ന ലക്ഷണം കാണുന്നില്ല. നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓർഡർ എക്സിക്യൂട്ട് ആയാൽ തന്നെ ടാർഗറ്റ് റീച്ച് ആവുമെന്നുള്ള കൺവിക്ഷൻ ഇല്ല. സ്പോട്ടിൽ മേളിൽ നിന്ന് റിജക്ഷൻ കിട്ടുന്നുണ്ട്. നമ്മുടെ ഡയറക്ഷൻ ശരിയാണ്.
ഒന്ന് ഈ ക്യാൻഡിൽ ഗ്രീൻ ആയിട്ട് കൺവേർട്ട് ആവും, അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും. എന്തായാലും കാത്തിരിക്കാം. 587 വരെയൊക്കെ പ്രൈസ് പോയിട്ടുണ്ട്. 595 നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നത്. നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്ന 596 ആണ്. ഇപ്പോൾ ഒരു 20 പോയിൻറ്റ്സ് അതിൽ കൂടുതൽ ഇപ്പോഴത്തെ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് നമുക്ക് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. തന്നെയല്ല, ഇത്രയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വലിയ ഗ്രീൻ ക്യാനിൽ സ്പോട്ടിൽ വരികയാണെങ്കിൽ, നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു വലിയ ലോസിലേക്ക് പോകും. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതേ ക്യാനിൽ തന്നെ റിജക്ഷൻ എടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും ആ ക്യാനിൽ ക്ലോസ് ചെയ്യാൻ ഇനി ഒരു കുറച്ച് സെക്കൻഡുകളിലൂടെ മാത്രം. അത് കഴിഞ്ഞ് അടുത്ത ക്യാനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുക എന്നതനുസരിച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. ഓക്കെ, നമ്മളിവിടെ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ചെയ്തു. കാരണം ഒരുപാട് ലോസ് ആദ്യത്തെ ട്രേഡിൽ തന്നെ എടുക്കുന്നത് ശരിയാകത്തില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം. അറൗണ്ട് ഒരു 19,000 ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ട്രേഡിൽ തന്നെ. ഇവിടെ കാണാവുന്നതാണ് 19,369 ആണ് ആ ട്രേഡിൽ ലോസ്. ഓക്കെ, ഇപ്പോൾ 9:47 ആണ് ടൈം. ഇപ്പോൾ അപ്പ് സൈഡിൽ നമ്മൾ ട്രേഡ് എടുത്തിരിക്കുകയാണ്. കാരണം ഒരു സ്വിങ് ഹൈ ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേ ഹൈയും ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു നല്ല മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. തന്നെയല്ല, ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ട്രേഡ് എടുത്തിരിക്കുന്നത്. 49,900 കോൾ ഓപ്ഷനിലാണ്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്തു. പ്രതീക്ഷിച്ച പ്രൈസിന് അത് ബുക്കായില്ല. നമുക്കിവിടെ കാണാൻ കഴിയും 2 ട്രേഡ് എടുത്തിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ അത് ഓൾമോസ്റ്റ് 800 റുപ്പീസിനാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. ബട്ട് കറക്റ്റ് പ്രൈസിന് എക്സിറ്റ് ആയില്ല. അതാണ് സംഭവിച്ചത് അവിടെ. സാരമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് നോക്കാം. ഇപ്പം 11:09 ആയിരിക്കുകയാണ് ടൈം. ഇപ്പം നമ്മൾ കോൾ സൈഡിലൊരു ട്രേഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പിന്നെയും മാർക്കറ്റിൽ സ്ട്രെങ്ത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കോൾ സൈഡിൽ പ്ലേസ് ചെയ്തത്. ഒരു ബൈ ഓർഡർ, പിന്നെ നല്ലൊരു ബുള്ളിഷ് പാറ്റേണും കാണുന്നുണ്ട്. 600-ലാണ് നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. നോക്കാം. ഓക്കെ, നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. നല്ലൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. 16,000, 15,000, 27,000, 30,000 വരെ പോയതാണ്. ഈ ക്യാൻഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം.
ഓക്കെ, നമ്മളിവിടെ ട്രേഡ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അറൗണ്ട് 25,000 നമുക്ക് ഈ ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. നല്ലൊരു ട്രേഡായിരുന്നു. ഇനി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇപ്പം സമയം 12:10 ആയിരിക്കുകയാണ്. പിന്നെ ഒരു ബുള്ളിഷ് ഹോൾ സൈഡിലൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു മൂവ്മെൻ്റ് കൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഒരു നല്ലൊരു മൂവ്മെൻറ്റ്. മാർക്കറ്റ് രാവിലെ തൊട്ട് തന്നെ നല്ലൊരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. 50-21 ഒരു റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്തിട്ട് അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ബുൾ സൈഡിൽ അല്ലെങ്കിൽ കോൾ സൈഡിൽ ഈ ട്രേഡ് എടുത്തിരിക്കുന്നത്. 50,000 കോളാണ്. ഇപ്പം മാർക്കറ്റ് 50,267 2 സ്ട്രൈക്ക് പ്രൈസ് ഇൻ ദ മണി. സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്തത് ഹൈ ഡെൽറ്റ ഉള്ളത് കൊണ്ടാണ്. സാധാരണ ഞാൻ വർക്ക് ചെയ്യുന്നത് 0.7 ആൻഡ് അബവ്. കാരണം നമ്മൾ ചെയ്യുന്നത് സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് അണ്ടർലൈങ് അസറ്റ്, ഇപ്പോൾ ഇൻ ദിസ് കേസ് ബാങ്ക് നിഫ്റ്റി മൂവ് ആകുമ്പോൾ നമുക്ക് മാക്സിമം പോയിന്റ് ഓപ്ഷനിൽ മൂവ് ആകണം. സോ അതുകൊണ്ടാണ് 2 സ്ട്രൈക്ക് പ്രൈസിൻ്റെ പണി എടുത്തിരിക്കുന്നത്. 0.7 ഡെൽറ്റയിൽ കൂടുതലാണ് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ ഇൻ ദ മണി പോകാത്തതിൻ്റെ കാര്യം, പോവുകയാണെങ്കിൽ നല്ലതാണ്. പോകാത്തതിൻ്റെ കാര്യം ലിക്വിഡിറ്റി കുറവാണ്. നല്ലൊരു മൂവ്മെൻറ്റ് അപ്സൈഡ് വരികയാണെങ്കിൽ എന്തായാലും നമ്മൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് ഓർഡർ നമ്മൾ വിചാരിച്ച പ്രൈസ് തന്നെ എക്സിക്യൂട്ട് ആവും, എൻറ്റർ ആവും. പക്ഷേ എക്സിറ്റ് ആണെങ്കിൽ മാർക്കറ്റ് ഓർഡറാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച പ്രൈസ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഇൻ ദ മണി പോകാത്തത്. ജസ്റ്റ് 1 or 2 സ്ട്രൈക്ക് പ്രൈസസ് ഇൻ ദ മണി പോയാലും നമ്മളുടെ കാര്യങ്ങൾ നടക്കും. ഒന്ന് ഈ ക്യാൻഡിൽ അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ, എല്ലാം 1 minute ടൈം ഫ്രെയിമാണ്. സ്പോട്ട് ആയാലും ഓപ്ഷൻ ആയാലും എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം കുറേ നേരമായിട്ട് മാർക്കറ്റ് അതേ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ലോങ്ങർ ദ കൺസോളിഡേഷൻ, ബിഗർ ദ ബ്രേക്ക് ഔട്ട്, അല്ലെങ്കിൽ ബിഗർ ദ ബ്രേക്ക് ഡൗൺ സൈഡിലാണെങ്കിൽ. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് 5 minute ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഉടനെ ബുക്ക് ചെയ്യേണ്ട, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. ഈ റെഡ് ക്യാൻഡിൽ ചിലപ്പം ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് കൺവേർട്ട് ആകാനൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് പോയിന്റ് ഇവിടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. 640 എൻ്റർ ആയത്. 682 ഓൾറെഡി 40 പോയിന്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ബുക്ക് ചെയ്യണം.
ഓക്കെ, നമ്മളിവിടെ ട്രേഡ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. സോ നല്ലൊരു ട്രേഡാണ് നമുക്ക് ഇത്തവണയും കിട്ടിയത്. നമ്മൾ ടോട്ടൽ 4 ട്രേഡ് എടുത്തിരുന്നു. ഒരേ സ്ട്രൈക്ക് പ്രൈസ് 2 ട്രേഡ് എടുത്തിരുന്നു. അപ്പോൾ അത് 25,000 ബുക്ക് ചെയ്തു. പിന്നെ അവസാനം കിട്ടിയതാണ് 54,000 നമ്മൾ ബുക്ക് ചെയ്തത്. ആദ്യം എടുത്തിരുന്ന ലോസ് ആയിരുന്നു 19,369. എന്തായാലും നമുക്കിന്ന് ഇവിടെ ക്ലോസ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.